പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ദിവസവും രാവിലെ 6:30 മണിക്ക് തന്നെ നേച്ചർ ലൈഫ് ടി വിയിൽ നമ്മുടെ ഒരു എപ്പിസോഡ് വീഴുന്നുണ്ട്. കഴിയുന്നത് നേരത്തെ തന്നെ അത് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. ജനകീയമായ നമ്മുടെ ആരോഗ്യ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാവണം. ഒക്ടോബർ മാസം 11-ാം തീയതി മാതൃഭൂമി പത്രത്തിൻ്റെ എറണാകുളം എഡിഷനിൽ 12-ാം പേജിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേർ കണ്ടു എന്നെനിക്കറിയില്ല. പക്ഷാഘാത മരണം കൂടുന്നു. ന്യൂഡൽഹി: അടുത്ത 25 വർഷങ്ങളിൽ ലോകത്തെ പക്ഷാഘാത മരണങ്ങൾ 1 കോടിയായി ഉയരുമെന്നു പഠനം. കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടായിട്ടും പക്ഷാഘാത മരണങ്ങൾ വർദ്ധിക്കുന്നത് ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളെ ബാധിക്കുമെന്ന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെയും ലാൻസെറ്റ് ന്യൂറോളജി കമ്മീഷൻ്റെയും സഹകരിച്ചുള്ള പഠന റിപ്പോർട്ട് പറയുന്നു. 2020-ൽ 6.6 ദശലക്ഷത്തിൽ നിന്ന് 2050 പക്ഷാഘാത മരണങ്ങൾ 9.7 ദശലക്ഷം, അതായത് 97 ലക്ഷമായി കൂടുമെന്നാണ് പഠനം പറയുന്നത്. പക്ഷാഘാത സാധ്യത നിരീക്ഷണം, പ്രതിരോധം, കൃത്യമായ പരിചരണം, പുനരധിവാസം എന്നിവയിലൂടെ മരണസംഖ്യ ഉയരുന്നത് പ്രതിരോധിക്കണം. പൊതുജന അവബോധം ഉയർത്താനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും പഠന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. വളരെ തമാശ നിറഞ്ഞ ചില ഭാഗങ്ങളുമുണ്ട്, ഗൗരവമായ ഭാഗങ്ങളുമുണ്ട്. ഒന്ന്, കൃത്യമായ ചികിത്സാ സംവിധാനം ഉണ്ടായിട്ടും പ്രതിരോധ മാർഗങ്ങളുണ്ടായിട്ടും പക്ഷാഘാത മരണനിരക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷാഘാത മരണനിരക്ക് വർദ്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഇല്ല എന്നല്ലേ അർത്ഥം? പ്രതിരോധ മാർഗങ്ങളും ഇല്ല എന്നല്ലേ അർത്ഥം? പ്രതിരോധിക്കാൻ വഴിയുണ്ടായിരുന്നെങ്കിൽ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പിന്നെ പക്ഷാഘാത മരണങ്ങൾ വർദ്ധിക്കുന്നത്? ഈ പറയുന്നതിന് അല്പമെങ്കിലും ഒരു വിവരം വേണ്ടേ? ശാസ്ത്രീയമായി സംസാരിക്കണ്ടേ? അപ്പോൾ എവിടെയോ തകരാറുണ്ട്. ഇവരുടെ ചികിത്സാ സംവിധാനങ്ങൾ കൃത്യമല്ല, ശരിയല്ല, പ്രതിരോധ മാർഗങ്ങളില്ല. പ്രതിരോധിക്കാൻ കഴിയാതെ ചികിത്സകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷാഘാത മരണങ്ങൾ ഉയർന്നുയർന്നു പോകുന്നത്. അമ്പേ പരാജയമാണ് ഇവരുടെ രോഗീപരിചരണവും ചികിത്സയും എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഇനി പക്ഷാഘാത മരണങ്ങൾ 1 കോടി എത്തുമെന്ന് പറയുമ്പോൾ പക്ഷാഘാതം എത്രയായി വർദ്ധിക്കും എന്ന ചോദ്യത്തിന് കൂടെ ഉത്തരം വരേണ്ടതുണ്ട്. പക്ഷാഘാത രോഗികളെ മരിക്കാതെ കൊണ്ടു നടക്കുക എന്നുള്ള ഒരു മട്ടിലാണ് ഇവിടെ കാര്യങ്ങളെ വിശദീകരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷാഘാത സാധ്യത നിരീക്ഷണം, പ്രതിരോധം, കൃത്യമായ പരിചരണം, പുനരധിവാസം എന്നിവയിലൂടെ മരണസംഖ്യ ഉയരുന്നത് പ്രതിരോധിക്കാം. അതൊക്കെ പരാജയമാണെന്നല്ലേ ഇവരുടെ തന്നെ വാർത്തയിൽ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ എങ്ങനെ പ്രതിരോധിക്കാനാണ്? ഇവർ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം അബദ്ധങ്ങളാവണം, അല്ലെങ്കിൽ അശാസ്ത്രീയങ്ങളാവണം. അതുകൊണ്ടാണല്ലോ ഇത് കൂടുന്നത്. നീ എങ്ങനെയാ പ്രതിരോധിക്കുക? പുതിയ എന്തെങ്കിലും വഴി അവർക്കുണ്ടോ? അതോ കുറെ കൂടെ മരുന്ന് കൊടുക്കുക? ഇനി പക്ഷാഘാതം വന്ന ഒരാൾക്ക് മരണസാധ്യത ഒഴിവാക്കിക്കൊണ്ട് അയാളെ ഇങ്ങനെ മരുന്ന് കൊടുത്തും മെഡിക്കൽ കെയർ കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സുഖത്തിനു വേണ്ടിയിട്ടാണോ, അതോ ആ വ്യക്തിയെ ഒരു ഇരയായി കിട്ടി കഴിയുന്നത്ര മരിക്കാതെ
കാത്തു സൂക്ഷിച്ച് മരുന്നുകൾ തീറ്റിച്ചും പരിചരണത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്നും വമ്പൻ വരുമാനമുണ്ടാക്കാമെന്നുള്ളതാണോ താല്പര്യമെന്നും നാം ആലോചിക്കേണ്ടതുണ്ട്. പക്ഷാഘാതം, സ്ട്രോക്ക് വരുന്ന നല്ലൊരു ശതമാനം രോഗികളുടെയും കാര്യം വളരെ വളരെ പ്രയാസമാണ്. അവരാകെ നിരാശരാണ്. അവരെ നോക്കാൻ നിൽക്കുന്ന ആളുകൾ അതിനേക്കാൾ നിരാശരാണ്. പക്ഷാഘാതം വന്നവർ വളരെയധികം ദേഷ്യക്കാരും വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥരാകുന്നവരും പരിചരിക്കാൻ നിൽക്കുന്നവരിൽ കൂടുതൽ ഡിമാൻഡുകൾ വയ്ക്കുന്നവരുമൊക്കെയാണ്. അവർക്ക് ഉറക്കം കുറവായിരിക്കും, വിശപ്പ് കുറവായിരിക്കും, ശോധന കുറവായിരിക്കും. ഓരോന്നിനും 2-4 മരുന്ന് വീതം നൽകുന്നുണ്ടാകും. ആ മരുന്നുകളുടെ അസ്വസ്ഥതകൾ അത് വേറെ ഉണ്ടാകും. ഒരിക്കലും പക്ഷാഘാത രോഗികൾക്ക് ഇതല്ല വഴി എന്നുള്ളത്, അലോപ്പതി ചികിത്സയല്ല വഴി എന്നുള്ളത് യാതൊരു തർക്കവും വേണ്ട, വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നേച്ചർ ലൈഫിൽ പ്രകൃതി രീതികളിലൂടെ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് പരമാവധി ആശ്വാസം നൽകാൻ അത് ഉറപ്പ് തന്നെ പറയാൻ സാധിക്കും. അവരുടെ ശോധന, മലബന്ധം മാറ്റിയാൽ തന്നെ അസ്വസ്ഥത വളരെ കുറയും. അവരുടെ ഉറക്കം പുരോഗമിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. നല്ലൊരു ശതമാനം സ്ട്രോക്ക് രോഗികളും പ്രകൃതി രീതികളിലൂടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് ചികിത്സയാണ് ഏറ്റവും നന്നാകുക എന്നുള്ള ഒരു പഠനത്തിന് മുതിരാതിരുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ ഇത്തരം ഓരോ ഓർഗനൈസേഷനും രോഗത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് ഇത്തരം രോഗികളെ ഒരുമിച്ച് കിട്ടാനും മരുന്നുകൾ തങ്ങളുടെ മരുന്നുകൾ തന്നെ ചെലവാക്കാനുമുള്ള മരുന്ന് കമ്പനികളുടെ സൂത്രപ്പണിയാണ് പലപ്പോഴും. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളുടെ റിപ്പോർട്ടുകൾ കൊണ്ട് ഈ സംഘങ്ങൾ മുഖം മൂടി വെച്ച ജനസേവന കമ്മിറ്റികൾ ഉണ്ടാക്കി ലോകാരോഗ്യ സംഘടനയെ പോലുള്ള പിമ്പ് സംഘടനകളിലൂടെ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പുകളെ ബന്ധപ്പെടുന്നു, കുറെ ഫണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. അതോടെ സർക്കാരിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുപ്പിച്ച് അവരുടെ ലക്ഷ്യം നടത്താൻ അവർക്ക് നന്നായിട്ട് അറിയാം. പൊതുജന അവബോധം ഉയർത്തണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കണമെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിക്കണം. അതെല്ലാറ്റിലും പറയും, പക്ഷേ പ്രവൃത്തിയിൽ മാത്രം അത് വരില്ല എന്നേ ഉള്ളൂ. പ്രവൃത്തിയിൽ അത് കൊണ്ടുവരുന്ന ഞങ്ങളെപ്പോലുള്ളവരെ നേരെ അവരെല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, തടയാൻ ശ്രമിക്കും. ഒരു മനുഷ്യനെ സ്ട്രോക്കിലേക്ക് നയിക്കുന്ന നിരവധി ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്. കൊളസ്ട്രോൾ മരുന്ന്, പ്രഷറിൻ്റെ മരുന്ന്, പ്രമേഹ മരുന്ന്, എപ്പിലെപ്സിയുടെ മരുന്ന്, ആൻറ്റി ഡിപ്രസൻസ്, വിഷാദരോഗത്തിൻ്റെ മരുന്ന്, വേദനാസംഹാരികൾ, എൻസെഫലോപ്പതിയും സെറിബ്രൽ എഡിമയും വരെ ഉണ്ടാക്കുന്ന പാരാസെറ്റമോൾ പോലുള്ള വിഷങ്ങളുടെ പ്രയോഗങ്ങൾ, അങ്ങനെ നിരവധിയായ മരുന്നുകളാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ പോലും സ്ട്രോക്ക് രോഗിയാക്കി മാറ്റുന്നത്, പക്ഷാഘാതത്തിൽ വീഴ്ത്തുന്നത്. അതിനെക്കുറിച്ചൊന്നും പഠിക്കില്ല. ഏത് ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ ആശ്വാസവും രോഗമുക്തിയും ഉണ്ടാകുന്നത് എന്നും പഠിക്കില്ല, താരതമ്യം ചെയ്ത് പഠിക്കില്ല. ഇനി മറ്റൊരു ചോദ്യം, കീടനാശിനികളെ നിരോധിക്കാൻ ഇവർ പറയുമോ? പക്ഷാഘാതത്തിന് കാരണമാകുന്നതിൽ ഏറ്റവും പ്രധാനമായത് ഇംഗ്ലീഷ് മരുന്നുകളും സസ്യങ്ങളുടെ രോഗത്തിനുള്ള ഇംഗ്ലീഷ് മരുന്നായ കീടനാശിനികളുമാണ്. മനുഷ്യന്റെ രോഗത്തിലുള്ള കീടനാശിനികളാണ് ഇംഗ്ലീഷ് മരുന്നുകൾ. രണ്ടിൻ്റെയും കണ്ടന്റ്, ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ ഒന്ന് തന്നെയാണ്, ഒരേ കെമിക്കലുകൾ തന്നെയാണ്. ആ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഇറച്ചിയിലും മീനിലും മുട്ടയിലും പാലിലുമെല്ലാം ചേർക്കുന്ന കീടനാശിനികൾ, കെമിക്കലുകൾ അതിഭീകരങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിലും എത്രയോ നിസ്സാരം മാത്രമാണ്. അത് തന്നെ കഞ്ഞിവെള്ളത്തിൽ കഴുകിയാൽ
പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലിയിലുള്ള പുറമേയുള്ള കെമിക്കലുകളെല്ലാം നീക്കം ചെയ്യാൻ നല്ലൊരു ശതമാനം സാധിക്കും. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉള്ളിൽ കടന്നു കയറിയിട്ടുള്ള കീടനാശിനികൾ ഉണ്ടെങ്കിൽ ഫ്രഷായിരിക്കുമ്പോൾ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഉള്ളിൽ ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളമുണ്ട്. ക്യാൻസറിനെ വരെ ചെറുക്കുന്ന ഘടകങ്ങൾ മുട്ടയിലോ പാലിലോ മാംസത്തിലോ ഒട്ടുമില്ലാത്ത സാധനം ആൻറ്റി ഓക്സിഡൻസുകൾ പഴങ്ങളിലും പച്ചക്കറികളിലുമാണുള്ളത്, ധാരാളമുണ്ട്. ആ ആൻറ്റി ഓക്സിഡൻസുകൾക്ക് ഉള്ളിൽ കിടക്കുന്ന കീടനാശിനികളെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. പക്ഷെ മാംസം കഴിക്കുന്നവർ ഇറച്ചിയും മുട്ടയും മീനും പാലും എല്ലാം കൂടെ കഴിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുന്നില്ല. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. പക്ഷാഘാത മരണങ്ങൾ കൂടുന്നു. ഏത് വർഷം തുടങ്ങിയാണ് കുത്തനെ കൂടുന്ന ഈ പ്രവണത കാണാൻ തുടങ്ങിയത് നോക്കിയാൽ നമ്മുടെ കുറേ നുണയുടെ വാക്പാപം സകലർക്കും കൊടുത്തു. ലോകത്ത് നടക്കുന്ന വഴി ഉരുണ്ട് വീണ് ചെറുപ്പക്കാർ മരിക്കുന്നു. വാക്പാപത്തിന് ശേഷം ചെറുപ്പക്കാരുടെ മരണങ്ങൾ, ഹൃദ്രോഗ മരണങ്ങൾ, കുഴഞ്ഞു വീണു മരണങ്ങൾ കൂടിയതെന്താണ് എന്നുള്ള അന്വേഷണങ്ങളുമായി ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നു ലോകത്ത്. അതാണ് ശാസ്ത്രം. കുത്തിക്കഴിഞ്ഞാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷാഘാത മരണങ്ങൾ കൂടുന്നു. ഇതൊക്കെ ഞങ്ങൾ എത്ര നാളായി ഞങ്ങൾ പറയുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നടക്കുന്ന വഴി മനുഷ്യർ ഈയാമ്പാറ്റകളെപ്പോലെ പിടഞ്ഞു വീഴുന്ന, കുഴഞ്ഞു വീണ് മരിക്കുന്ന കാലം വരുന്നു എന്ന് ഈ കുറേ നുണ തുടങ്ങിയ സമയം തുടങ്ങി പറയുന്നതല്ലേ. അതിൻ്റെ വാക്പാപം വന്നപ്പോൾ പ്രത്യേകം പറയുന്നതല്ലേ. ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യമിട്ടിരിക്കുന്നവർ ഈ പഠനക്കാരാകണമെന്നില്ല. അവര് പ്ലാൻ ചെയ്ത് പ്ലാൻഡമിക് കൊണ്ടുവന്ന് നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷാഘാതങ്ങൾ വളരെ വളരെ പെരുകുന്ന, പക്ഷാഘാത മരണങ്ങൾ വളരെ പെരുകുന്ന, മറ്റത് വളരെ 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 പെരുകുന്ന, അങ്ങനെ വളരെ 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 പെരുകുമ്പോഴാണ് മരണങ്ങൾ വളരെ പെരുകുന്നത്. അവരുടെ നാടകം പരിണാമത്തിലേക്ക്, സമാപ്തിയിലേക്ക് വരികയാണ്. അടുത്ത പ്ലാൻഡമിക് കൂടെ ഉടനെ വരും. അടുത്ത പ്ലാൻഡമിക്കിൻ്റെ വാക്പാപം കൂടെ വന്നു കിട്ടുമ്പോൾ വലിയ താമസം ഉണ്ടാവില്ല. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ഞങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നടക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ വിവേകത്തോടെ ഉണർന്നെഴുന്നേറ്റില്ല എങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാന മണിക്കൂറുകളാണ്, രക്ഷപ്പെടാൻ ഇനി നിമിഷങ്ങളാണ് ബാക്കിയുള്ളത്. ഹിറ്റ്ലറുടെ കെണിയിൽപ്പെട്ടതുപോലെ, കിൽ ഗേറ്റ്സിന്റെ കെണിയിൽപ്പെടാതെ നിങ്ങളും നിങ്ങളുടെ ഭാവി തലമുറയും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വിവേകത്തോടെ ചിന്തിക്കുക. രാസവിഷ മരുന്നുകളിൽ നിന്ന് മരുന്നിനെ ഭക്ഷണമാക്കി തരുന്ന റോക്ക്ഫെല്ലറുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഒരു കാര്യം കൂടെ പ്രത്യേകം പറയട്ടെ. ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, പ്രകൃതി കൃഷിയിൽ താല്പര്യമുള്ളവർ ഒരു യാത്ര പോകുന്നു. നവംബർ 24-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച് കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള പ്രവർത്തകരെല്ലാവരുമായി വാർധയിലെ സേവാഗ്രാം ആശ്രമം ഒന്ന് കാണും. അവിടെ നിന്ന് 3 മണിക്കൂർ അകലെ നാഗ്പൂരിനപ്പുറമുള്ള അക്കോളയിൽ പ്രകാശ് പൊഹ്റയുടെ ജൈവ കൃഷിയിടം സന്ദർശിക്കും. വിദർഭയിലെ കർഷക കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ പഠിക്കും. കോവിഡിൻ്റെ കാലത്ത് പോലീസ് അടപ്പിച്ച കടകൾ കർഷകർ ബലമായി തുറന്ന് വാക്സിൻ എടുക്കാതെ, സാനിറ്റൈസർ പുണ്യാഹത്തിൽ മുങ്ങാങ്കുളിയിടാതെ, വിത്ത് മാസ്ക് നോ എൻട്രി എന്ന ബോർഡുകൾ വെച്ച്, മാസ്ക് ധരിച്ചു വരുന്നവർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ച്, ഡൽഹിയിലെ കർഷക സമരത്തെ പോലെ തന്നെ കോവിഡ് എന്ന നുണയെ, പെരുന്നുണയെ, കള്ളത്തെ വെല്ലുവിളിച്ച് വിജയിച്ച അക്കോളയിലെ കർഷകരെയും
ആരോഗ്യ പ്രവർത്തകരെയും കാണാനും കൂടിയാണ് യാത്ര. ഒന്നിച്ചു പോരാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നേച്ചർ ലൈഫിൽ ബന്ധപ്പെടാവുന്നതാണ്. 9496044503 വിളിച്ച് നിങ്ങൾക്ക് വിശദാംശങ്ങൾ തേടാവുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് 8 മണിക്ക് നേച്ചർ ലൈഫിൻ്റെ വെബിനാറുണ്ട്. ഗൂഗിൾ മീറ്റിൽ നടക്കുന്ന ആ വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ രോഗത്തെക്കുറിച്ച്, ആരോഗ്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നൽകാം. പഠിക്കാൻ തയ്യാറാകുക, സ്വയം രക്ഷപ്പെടുക. നന്ദി, നമസ്കാരം.